കോതമംഗലം മലയൻകീഴ് സംസ്കാരയിലെ പുരാവസ്തുക്കളുടെ ശേഖരം ശ്രദ്ധേയമാകുന്നു. വിലമതിക്കാനാകാത്ത വസ്തുക്കൾ വരെ ഇക്കൂട്ടത്തിലുണ്ട്. വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും പഴയ കാലത്തെക്കുറിച്ച് അറിവ് നേടാൻ ഈ മ്യൂസിയം സഹായിക്കും. മലയൻകീഴ് സംസ്കാര എന്ന സ്ഥാപനം അത്യപൂർവമായ കാഴ്ചയാണ് ഒരുക്കുന്നത്. പുരാവസ്തുക്കളുടെ വലിയ ശേഖരമാണ് ഇവിടെയുള്ളത്. പഴയകാല സംസ്കാരത്തെ അടുത്തറിയാൻ ഈ ശേഖരം സഹായിക്കും. കേരളത്തിന്റെ നട്ടെല്ലായിരുന്ന കാർഷിക വൃത്തിക്ക് ഉപയോഗിച്ചിരുന്ന ഉപകരണങ്ങൾ ഏറെയുണ്ട് ഇവിടെ. ഇപ്പോഴത്തെ തലമുറയ്ക്ക് വായിച്ചു മാത്രം അറിഞ്ഞിട്ടുള്ളതാകും ഇതിൽ പലതും. പഴയ കാർഷിക ഉപകരണങ്ങളുടെയും വീട്ടുപകരണങ്ങളുടെയും കളക്ഷൻസാണ് ഇവിടെ ഉള്ളത്. പക്ഷേ പഴയ കാർഷിക ഉപകരണങ്ങളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ലഭ്യമായ സോഴ്സ് ഉപയോഗിച്ചുകൊണ്ട് നന്നായിട്ട് അന്നത്തെ അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഉണ്ടാക്കുക എന്നതാണ്. നമ്മുടെ വെള്ളിക്കോല് തന്നെ ഉദാഹരണം. ത്രാസും കാര്യങ്ങളൊക്കെ വരുന്നതിന് മുമ്പ് വെള്ളിക്കോലാണ് ഉപയോഗിച്ചിരുന്നത്, തൂക്കത്തിന് ഉപയോഗിച്ചിരുന്നത്. കേവലം ഒരു കോലയിൽ ഇത്രയും ഉള്ളൊരു കോലയിൽ ഇത്ര കൃത്യമായിട്ട് തൂക്കം എടുക്കാനുള്ള സംവിധാനം ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാ കാര്യങ്ങളിലും കള്ളെടുത്ത് ചെന്ന പാളയായാലും എല്ലാ കാര്യങ്ങളിലും അന്നത്തെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ആളുകൾ ഈ ഉപകരണങ്ങൾ ഉണ്ടാക്കിയിരുന്നത്. അന്നത്തെ ജനങ്ങൾ ഇത്ര വൈഭവമുള്ളവരാണ്, ഈ ഇത്ര കൃത്യതയോടുകൂടി ആണ് ഇതുണ്ടാക്കിയതെന്ന് വരും തലമുറ വിശ്വസിക്കുക വരെയില്ല. അപ്പോൾ അങ്ങനെ ലാഭമാണെങ്കിലും ഇവിടെ ഉണ്ട്. ഇങ്ങനെ കാർഷിക ഉപകരണങ്ങൾ പഴയ കാലത്ത് കാർഷിക ഉപകരണങ്ങൾ വലിയൊരു കളക്ഷനാണ് ഇവിടെ ഉണ്ടാക്കിയിരുന്നത്. അത് ഉദ്ദേശം വരും തലമുറയ്ക്ക് ഇത്രമാത്രം വൈഭവത്തെ സ്കില്ലോട് കൂടിയാണ് പഴയ തലമുറ ഇവിടം വരെ നമ്മളെ എത്തിച്ചത്. അവർ അന്ന് ലഭ്യമായ എല്ലാ മാർഗ്ഗങ്ങളും ഉപയോഗിച്ചാണ് നമ്മളെ ഇവിടം വരെ എത്തിച്ചതെന്നുള്ള ബോധം അവർക്ക് ഉണ്ടാക്കുക എന്നുള്ളതാണ്. തിമിംഗല കൊഴുപ്പിൽ കത്തുന്ന ശരറാന്തലുകൾ, അപൂർവമായ സംഗീത ഉപകരണങ്ങൾ, താളിയോലകൾ, പുസ്തകങ്ങൾ, മരം കൊണ്ട് നിർമ്മിച്ച പലതരം പാത്രങ്ങൾ, അങ്ങനെ എന്തെല്ലാം ഇവിടെ കാണാം. ഇരുപത് വർഷത്തോളം പ്രായമുണ്ട് സംസ്കാരയിലെ മ്യൂസിയത്തിന്. ഓരോ ദിവസവും എന്ന കണക്കെ പുരാവസ്തുക്കളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കുമെല്ലാം ഈ മ്യൂസിയം വിലമതിക്കാനാകാത്ത അറിവ് കൈമാറുമെന്ന് മുഖ്യ ചുമതലക്കാരിൽ ഒരാളായ TK ജോസഫ് പറഞ്ഞു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മുഖേന ഒട്ടേറെ വിദ്യാർത്ഥികൾ മ്യൂസിയം സന്ദർശിക്കാറുണ്ട്. ഗവേഷകർക്കും മ്യൂസിയം പ്രയോജനപ്പെടും. മുൻകൂട്ടി അറിയിച്ചെത്തിയാൽ മ്യൂസിയത്തിൽ സന്ദർശനം അനുവദിക്കും. കുട്ടികൾക്ക് കാണുവാനും അവർക്ക് കൂടുതൽ പഠിക്കാനും വേണ്ടിയിട്ടാണ് മെയിനാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ നല്ലൊരു ലൈബ്രറി ഉണ്ട്. ഗവേഷണത്തിനുള്ളവരിവിടെ വരാറുണ്ട്. എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നും മറ്റേ മെഡിക്കൽ കോളേജിൽ നിന്നും ആയുർവേദ മെഡിക്കൽ കോളേജിൽ അവരൊക്കെ ഇവിടെ വന്ന് ഇവിടെയുള്ള ഉപകരണങ്ങൾ കാണാനും ഇവിടെ വരാറുണ്ട്. അവരാവശ്യപ്പെട്ടതനുസരിച്ച് അവർക്ക് തുറന്നു കൊടുക്കാറുണ്ട്. GTV ന്യൂസ്, കോതമംഗലം.